ഹായ് ഗായ്സ്, വെൽക്കം ടു ഷാൽ സ്റ്റഡീസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്: ഇയർ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ ആൻഡ് ലെസൺ പ്ലാൻ. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തൊക്കെയോ പ്ലാനിങ് ആണ് ഇതല്ലേ. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും. അതിൽ 3 കാര്യങ്ങളാണ്: ഇയർ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ ആൻഡ് ലെസൺ പ്ലാൻ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇയർ പ്ലാൻ. ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ഇയറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആണ് അല്ലേ, ഒരു ഇയർ കാലഘട്ടത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ഇതിൽ ചെയ്യുന്നുണ്ടാവുക? ഒരു ഇയറിൽ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ സബ്ജക്റ്റ് ഇപ്പോൾ അക്കൗണ്ടൻസി ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം എങ്ങനെ നമ്മൾ അക്കൗണ്ടൻസി ഹാൻഡിൽ ചെയ്യും, ബിസിനസ് സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഒരു വർഷം ബിസിനസ് സ്റ്റഡീസ് ഹാൻഡിൽ ചെയ്യും, എത്ര ദിവസം വെച്ച് നമുക്ക് ഓരോ ഏരിയാസ് കവർ ചെയ്യാം, എത്ര പീരീഡുകൾ ഓർ എത്ര ടേമിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ ഓരോ ഏരിയാസ് കവർ ചെയ്യാം എന്നെല്ലാം നമ്മൾ ഈ പ്ലാനിൽ മെൻഷൻ ചെയ്യും. നമ്മൾ ആദ്യം പറഞ്ഞ പെഡഗോജിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഇയർ പ്ലാൻ. ഇയർ പ്ലാനിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇയർ പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. യൂണിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് അക്കൗണ്ടൻസിയിൽ എത്ര ചാപ്റ്ററുകൾ, ഏതൊക്കെ ചാപ്റ്ററുകൾ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഏതൊക്കെ ചാപ്റ്ററുകൾ. അതുപോലെ ടൈം ടു ബി ടേക്കൺ ടു കംപ്ലീറ്റ് ഈച്ച് യൂണിറ്റ്. ഓരോ യൂണിറ്റിന് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന് എത്ര സമയം വെച്ച് നമുക്ക് വേണം. അക്കൗണ്ടൻസിയിൽ ഇത്ര യൂണിറ്റുകൾ ഇത്ര സമയം, അല്ലെങ്കിൽ ബിസിനസ്സിന് ഇത്ര യൂണിറ്റുകൾ ഇത്ര സമയം എന്നൊക്കെ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യും. ദെൻ അലോട്ടിംഗ് പീരിയഡ്സ്. ഓരോ യൂണിറ്റിന്, ഓരോ ചാപ്റ്ററിന്, ഓരോ ഏരിയാസിന് ഏതൊക്കെ പീരീഡുകൾ വേണം, അല്ലെങ്കിൽ എത്ര പീരീഡുകൾ വേണം എന്നൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യും. ദെൻ വർക്കിംഗ് ഡേയ്സ് ഫോർ ഈച്ച് സബ്ജക്റ്റ്. ഓരോ സബ്ജക്റ്റിനും എത്ര വർക്കിംഗ് ഡേയ്സ് വേണം. ചിലതിന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ വർക്കിംഗ് ഡേയ്സ് വേണ്ടി വരും, ചിലതിന് കുറവ് വർക്കിംഗ് ഡേയ്സ് വേണ്ടി വരും. അതെല്ലാം നമ്മൾ നേരത്തെ കൂടിയിട്ട് ഇയർ പ്ലാനിൽ പ്ലാൻ ചെയ്ത് വെക്കുകയാണ്. ഇനി ഇയർ പ്ലാൻ നമുക്ക് 2 രീതിയിൽ തയ്യാറാക്കാം. ഒന്നാമത്തെ അണ്ടർ ദി ട്രഡീഷണൽ അപ്രോച്ച്, രണ്ടാമത്തെ അണ്ടർ ദി ന്യൂ അപ്രോച്ച് സജസ്റ്റഡ് ബൈ SCRT. ട്രഡീഷണലും ന്യൂവുമായിട്ടുള്ള അപ്രോച്ചുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പഴയതിൽ എന്തൊക്കെയോ പോരായ്മകൾ നികത്താൻ വേണ്ടിയിട്ടാണ് പുതിയത് വന്നിട്ടുണ്ടാവുക അല്ലേ. സോ നമ്മൾ ഫോളോ ചെയ്യുന്നത് ന്യൂ അപ്രോച്ച് ആയിരിക്കും എപ്പോഴും. അടുത്ത നമ്മൾ നോക്കുന്നത് സ്റ്റെപ്സ് ഇൻ ഇയർ പ്ലാനിംഗ് ആണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് യൂണിറ്റ്സ്. യൂണിറ്റ്സ് ടു ബി ടോട്ട് ഇൻ ദി സബ്ജക്റ്റ്. എത്ര യൂണിറ്റുകൾ നമുക്ക് വേണം, ഏതൊക്കെ യൂണിറ്റാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ ഡിറ്റർമിനിങ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ടു ബി റിയലൈസ്ഡ് ത്രൂ യൂണിറ്റ്സ്. ഓരോ യൂണിറ്റ്സിലും എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് വേണ്ടത്, ഓർ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഈ യൂണിറ്റ് കവർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ കുട്ടിക്ക് ലഭിക്കുന്നത്. നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിൽ ഓരോ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിതുപോലെ ഒബ്ജക്റ്റീവ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതേ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് നമുക്ക് ഇയർ പ്ലാൻ്റെ സമയത്തും വരിക. നെക്സ്റ്റ് വൺ ഇസ് ഷെഡ്യൂളിംഗ് ഓഫ് ടൈം അവൈലബിൾ ഫോർ ഇൻസ്ട്രക്ഷൻ. എത്ര സമയം ഓരോന്നിനും നമുക്ക് വേണം, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എത്ര സമയമാണ് നമുക്ക് കിട്ടുന്നത്, എത്ര വർക്കിംഗ് ഡേയ്സ് ആണ് ഒരു ഇയറിൽ വരുന്നത് എന്ന് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന് വേണ്ട പീരീഡുകൾ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓരോ ഏരിയാസിന് എത്ര സമയം നമുക്ക് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എ ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇയർ പ്ലാനിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് യൂണിറ്റ് പ്ലാൻ. ഇയർ പ്ലാൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഒരു വർഷം നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഏതൊക്കെ യൂണിറ്റ്സ് എങ്ങനെയൊക്കെ എടുക്കുന്നു നമ്മൾ പറഞ്ഞു. ഇനി അതിൽ ഓരോ യൂണിറ്റിന് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോവാണ്. ഒരു ഹോൾ യൂണിറ്റിനെ നമ്മൾ എടുത്തിട്ട് അതെങ്ങനെ നമ്മൾ എടുക്കണം, അതിന് വേണ്ട സമയം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ് യൂണിറ്റ് പ്ലാനിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്തു വെച്ച ഇയർ പ്ലാനിനെ ബേസ് ചെയ്തിട്ടാണ് യൂണിറ്റ് പ്ലാൻ നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതുപോലെ തന്നെ വെയിറ്റേജ്, ഓരോ യൂണിറ്റിന് എത്ര വെയിറ്റേജ്, കരിക്കുലം, ഇൻറ്റേർണൽ എക്സാം, സെമിനാർ, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഈ യൂണിറ്റ് പ്ലാനിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി നമ്മൾ ലെസൺ പ്ലാനും തയ്യാറാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിറ്റ് പ്ലാനിൽ വരുന്നത് നമുക്ക് നോക്കാം. ഫോർമേഷൻ ഓഫ് സബ് യൂണിറ്റ്. ഒരു യൂണിറ്റിനെ നമ്മൾ സബ്ബുകളാക്കി തിരിക്കുക, അല്ലെങ്കിൽ പാർട്സ് ആക്കി തിരിച്ചിട്ട് ഓരോ പാർട്സിനും നമ്മൾ അനലൈസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്കം ഫ്രം ഈച്ച് സബ് യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ യൂണിറ്റിനും ഔട്ട്കംസ് ഉണ്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഓരോ സബ് യൂണിറ്റിനെയും നമുക്ക് എന്തൊക്കെ ഔട്ട്കംസ് വരുന്നുണ്ടെന്ന് നമ്മൾ നോക്കും. ദെൻ ലിസ്റ്റ് ആക്ടിവിറ്റീസ് ഇൻ ഈച്ച് സബ് യൂണിറ്റ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവരാം, എങ്ങനെ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ച് ആക്ടിവിറ്റീസ് നമ്മൾ ലിസ്റ്റ് ചെയ്യും. ദെൻ ലിസ്റ്റ് ഔട്ട് ദി മെറ്റീരിയൽസ് ടു എസെൻഷ്യലി ഡെലിവർ ദി കോൺസെപ്റ്റ്സ്. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചാർട്ട്, മോഡൽ, ആ രീതിയിൽ മാത്രമല്ല, നമുക്ക് ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ AI യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കറൻ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം. അതുപോലെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന PPT, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസിൽ വരുന്ന എന്ത് മെറ്റീരിയൽസും നമുക്ക് അതിൽ യൂസ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യാണ്. ദെൻ ലിസ്റ്റ് ഔട്ട് ഇവാലുവേഷൻ ടെക്നിക്സ്. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ആ കുട്ടിക്ക് നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്കം കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. എക്സാംസിലൂടെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക.
ദെൻ അലോട്ട് പീരിയഡ് ഫോർ ഈച്ച് യൂണിറ്റ്. ഓരോ യൂണിറ്റിനും എത്ര പീരീഡുകൾ വേണം അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ സബ് യൂണിറ്റ്സ് വെച്ച് തന്നെയായിരിക്കും. സോ ഇതെല്ലാമാണ് നമ്മൾ യൂണിറ്റ് പ്ലാനിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിറ്റ് പ്ലാനിങ്. ഒന്നാമത്തെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രഹെൻസീവ്നെസ്. ഒരു യൂണിറ്റിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പ്ലാൻ ആയിരിക്കണം യൂണിറ്റ് പ്ലാനിൽ ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ക്ലാരിറ്റി. ക്ലിയർ കട്ട് പിക്ചർ ആയിരിക്കണം നമുക്കതിൽ കിട്ടുന്നത്. സ്റ്റുഡൻസിന് ആ ഏരിയനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ ആ പ്ലാൻ ചെയ്തതിലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് സിസ്റ്റമാറ്റിക് പ്രസൻറ്റേഷൻ. നമ്മൾ എങ്ങനെയെങ്കിലും ക്ലാസ് എടുത്ത് തീർക്കുക എന്ന രീതിയിലല്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ എയ്ഡ്സ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് എയ്ഡ്സ് യൂസ് ചെയ്യണം, ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ഥലത്ത് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ ഓർഡേഴ്സ് കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കണം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഇക്കോണമി ഇൻ ടൈം. ഇക്കോണമി ഇൻ ടൈം ഉദ്ദേശിക്കുന്നത് മാക്സിമം നമുക്ക് ടൈമിനെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കുറവിൽ കൂടുതൽ എടുക്കുക എന്നുള്ളതല്ല. നമുക്ക് അത്യാവശ്യം വേണ്ട ടൈം കൂടുതലും ആവാൻ പാടില്ല, കുറവും ആവാൻ പാടില്ല. നമുക്ക് ഉള്ള ടൈമിൽ എങ്ങനെ മാക്സിമം യൂട്ടിലൈസേഷൻ നമുക്ക് കൊണ്ടുവരാം, അതാണ് ഇക്കോണമി ഇൻ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്റ്റെപ്സ് ഇൻ യൂണിറ്റ് പ്ലാനിങ്. ഒന്നാമത്തെ സെലക്ഷൻ ആൻഡ് സിസ്റ്റമാറ്റൈസേഷൻ ഓഫ് യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂണിറ്റുകളെ സെലക്ട് ചെയ്യുക, അതുപോലെ അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളതിനെ പ്ലാൻ ചെയ്യുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കണ്ടൻറ്റ് അനാലിസിസ്. നമ്മൾ കണ്ടൻറ്റ് അനാലിസിസ് നേരത്തെ കണ്ടതാണ്, മറ്റൊരു വീഡിയോയിൽ കണ്ടതാണ്. കണ്ടൻറ്റ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അന്ന് എടുക്കുന്ന കണ്ടൻറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യാണ്. ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഇതും നമ്മൾ നേരത്തെ കണ്ടൊരു പോയിൻ്റാണ്. ഓരോ സബ് യൂണിറ്റിന് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഓരോ യൂണിറ്റിനും നമ്മൾ ആദ്യം ഇയർ പ്ലാനിലെ ഒബ്ജക്റ്റീവ്സ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സബ് യൂണിറ്റിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഫോം ചെയ്യാണ്. ദെൻ ലേണിംഗ് എക്സ്പീരിയൻസ്. ലേണിംഗ് എക്സ്പീരിയൻസ് ഉദ്ദേശിക്കുന്നത് ഡിസ്കഷൻ, ആക്ടിവിറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണ്. ദെൻ സെലക്ഷൻ ഓഫ് ടീച്ചിങ് എയ്ഡ്സ്. ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് തന്നെയാണ്. എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നോർമൽ ആയിട്ടുള്ള ചാർട്ട്, മോഡൽ, അങ്ങനത്തെ കാര്യങ്ങളാവാം. PPT, അതുപോലെ മറ്റെന്തെങ്കിലും ഐഡിയാസും കൊണ്ടുവന്ന് എയ്ഡ്സ് യൂസ് ചെയ്യാം. ഈവൻ ഇപ്പോഴത്തെ AI വരെ നമുക്കതിൽ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇവാലുവേഷൻ, അതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എക്സാം വഴിയാണ് നമ്മൾ മെയിനായിട്ട് ഇവാലുവേഷൻ ചെയ്യുന്നത്, മറ്റ് മെത്തേഡുകളുമുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഇസ് അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ രീതിയിലുള്ള അസൈൻമെൻറ്റുകളാകണമെന്നില്ല. ഹോം വർക്ക്സിനെയും നമുക്ക് അസൈൻമെൻറ്റ്സ് എന്ന രീതിയിലൂടെ പറയാം. ഓക്കെ, ഓരോ യൂണിറ്റിന് നമുക്ക് എന്തൊക്കെ അസൈൻമെൻറ്റ്സ് കൊടുക്കാം, എന്തൊക്കെ ഹോം വർക്കുകൾ കൊടുക്കാം എന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണ് ആദ്യമേ തന്നെ. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് പ്ലാനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ലെസൺ പ്ലാൻ. ലെസൺ പ്ലാൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ഇൻ ഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുകയാണ്. ലെസൺ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ടോപ്പിക്, നമ്മൾ ഒരു ദിവസം ഒരു പീരീഡിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയയാണ് ലെസൺ പ്ലാനിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ആ ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, എന്തൊക്കെ ആക്ടിവിറ്റീസ്, എന്തൊക്കെ എയ്ഡ്സ്, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ, എന്തൊക്കെ ലേണിംഗ് എക്സ്പീരിയൻസസ് എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുമ്പോൾ അത് ലെസൺ പ്ലാനായി. ഇനി അങ്ങോട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ലെസൺ പ്ലാനുകൾ എഴുതേണ്ടി വരും. ഇതിന് പല മെത്തേഡുകളുണ്ട്, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇനി നമ്മൾ നോക്കുന്നത് ഫേസസ് ഓഫ് ലെസൺ പ്ലാൻ ആണ്. ഒരു ലെസൺ പ്ലാൻ അല്ലെങ്കിൽ ഒരു പീരീഡ് എത്ര സമയമാണ് നമുക്ക് ടോട്ടൽ ഉണ്ടാവുക? 40 minutes. അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പീരീഡിൻ്റെ ടൈം വരുന്നത്. അതിനെ നമ്മൾ 3 ഫേസുകളായിട്ട് തിരിക്കും. ഒരു ലെസൺ പ്ലാനിന് നമ്മൾ 3 ഫേസുകളായിട്ട് തിരിക്കും. ഒന്നാമത്തെ ഇൻട്രൊഡക്ടറി ഫേസ്. ഇവിടെയാണ് നമ്മൾ സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അവർക്ക് മുന്നേ അറിയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കുന്ന ടൈമാണ് ഇൻട്രൊഡക്ടറി ഫേസ്. രണ്ടാമത്തെയാണ് ഡെവലപ്മെൻറ്റൽ ഫേസ്. ഇവിടെയാണ് പുതിയ കാര്യങ്ങൾ കുട്ടികളിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. ഇത് എയ്ഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവരിലെ പുതിയ നോളേജ് കൊണ്ടുവരാൻ സാധിക്കും. കൺസെപ്റ്റ് ന്യൂ നോളേജ്. ഓക്കെ, തേർഡ് വൺ വരുന്നത് കൺക്ലൂഡിങ് ഫേസാണ്. ഇവിടെയാണ് നമ്മളൊരു സമ്മറി കൊടുക്കുന്നത്. അന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു സമ്മറി ഈ കൺക്ലൂഡിങ് ഫേസിലാണ് വരുന്നത്. ഇനി നമുക്ക് ഈ 3 ഫേസിലും സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഓൾമോസ്റ്റ് സമയം പറയുന്നത് ഇൻട്രൊഡക്ടറി ഫേസിൽ 5 or 6 minutes. ഓക്കെ, ഡെവലപ്മെൻറ്റൽ ഫേസിൽ അപ് ടു 25 minutes. കൺക്ലൂഡിങ് ഫേസിൽ അപ് ടു 5 or 10 minutes ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഇൻട്രൊഡക്ടറിയിലും കൺക്ലൂഡിങ്ങിലും നമ്മൾ ഓരോ ആക്ടിവിറ്റി വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുക. ദെൻ ഡെവലപ്മെൻറ്റൽ ഫേസിൽ നമ്മൾ 2 or 3 ആക്ടിവിറ്റീസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അവരിൽ പുതിയ നോളേജ് കൊണ്ടുവരിക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യും ലെസൺ പ്ലാനിൽ. അടുത്തതായി നമ്മൾ നോക്കുന്നതാണ് സ്റ്റെപ്സ് ഇൻ ലെസൺ പ്ലാൻ. ഒന്നാമത്തെ സ്റ്റെപ്പായി വരുന്നത് പ്രിലിമിനറി ഡീറ്റെയിൽസ്.
ഇതിൽ വരുന്ന കാര്യങ്ങൾ നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് ടീച്ചർ, നെയിം ഓഫ് സ്കൂൾ, നെയിം ഓഫ് സബ്ജക്റ്റ്, നെയിം ഓഫ് യൂണിറ്റ്, നെയിം ഓഫ് ടോപ്പിക്, ക്ലാസ്, ഡേറ്റ്, ടൈം, പീരിയഡ്, സ്ട്രെങ്ത്, ആവറേജ് ഏജ് ഓഫ് സ്റ്റുഡൻസ്, അങ്ങനെ കാര്യങ്ങളാണ് പ്രിലിമിനറി ഡീറ്റെയിൽസിൽ വരുന്നത്. പിന്നെ വരുന്ന സ്റ്റെപ്പാണ് തീംസ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ആ ദിവസം കവർ ചെയ്യുന്ന ഏരിയാസ് തന്നെയാണ് തീമിൽ വരുന്നത്. ദെൻ ലേണിംഗ് ഔട്ട്കം, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് ഉണ്ടാവുന്ന ലേണിംഗ് ഔട്ട്കം തന്നെയാണ് ഇതിന് വരുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ദ ലേണർ വിൽ ബി ഏബിൾ ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യും, കുറച്ച് ഔട്ട്കംസ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ദെൻ നമ്മൾ ആദ്യം പഠിച്ച കണ്ടൻറ് അനാലിസിസിലെ സ്റ്റെപ്പുകളാണ് വരുന്നത്. ടേംസ്, ഫാക്ട്സ്, കോൺസെപ്റ്റ്, പ്രിൻസിപ്പൽസ്, റൂൾസ്, പ്രോസസ്, തിയറീസ്. ഇതിന് ശേഷം കുറച്ച് സ്റ്റെപ്പുകൾ കൂടെ വരുന്നുണ്ട്. പ്രോസസ് സ്കിൽസ് മീൻസ് ഈ ലെസൺ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിക്കേറ്റിംഗ് ഓർ ഡിസ്കസിങ്, ഇൻ്റർപ്രറ്റിംഗ്, ക്വസ്റ്റനിങ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ദെൻ വാല്യൂ ഓർ ആറ്റിറ്റ്യൂഡ്, നമ്മൾ എന്ത് പഠിപ്പിക്കുമ്പോഴും ആ കുട്ടിക്ക് അതിൽ നിന്നൊരു വാല്യൂ കിട്ടണം, അതാണ് ഈ വാല്യൂ ഓർ ആറ്റിറ്റ്യൂഡിൽ വരുന്നത്. ദെൻ ലേണിംഗ് എയ്ഡ്, എന്തൊക്കെ എയ്ഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മോഡൽ, PPT, ചാർട്ട്, അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. പിന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഫേസുകൾ വരുന്നത്, ഇൻട്രൊഡക്ടറി, ഡെവലപ്മെൻറ്റൽ ആൻഡ് കൺക്ലൂഡിങ് ഫേസിൽ വരുന്നത്. ആഫ്റ്റർ ദാറ്റ് ഫോളോ അപ്പ് നമ്മൾ കൊടുക്കും. മീൻസ് നമ്മൾ മുന്നേ പറഞ്ഞ അസൈൻമെൻറ്റ്സ് ആണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് റിഫ്ലക്ഷൻ. ഇത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്ന എഴുതുന്ന ഒരു സ്ഥലമല്ല. റിഫ്ലക്ഷൻ ഹെഡിങ് നമ്മൾ കൊടുക്കും. ക്ലാസ് എടുത്തു കഴിയുന്നതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്തതും നമ്മളെടുത്തതുമായ കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, നമ്മൾ എന്ത് പ്ലാൻ ചെയ്തു, എന്ത് എക്സ്പെക്റ്റ് ചെയ്തു, എന്ത് സംഭവിച്ചു, ഈ കാര്യങ്ങൾ എഴുതുന്ന സ്ഥലമാണ് റിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇയർ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ എന്നീ ടോപ്പിക്കുകൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു.